ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ക്ലീനിങ് ആൻഡ് കുക്കിംഗ് വ്ളോഗാണ്. ഫസ്റ്റ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. അത്ര വൃത്തികേടൊന്നും ആയിട്ടല്ലായിരുന്നു, ഇന്നൊരു ഡിസോർഡർ ആയിട്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ പുറത്തേക്ക് എടുത്തു. നോര ബേബി ആട്ടോ അതിൻ്റെ മെയിൻ ആൾ കൂടിയേക്കുന്നത്. അതിൻ്റെ അകത്തുള്ളതെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു. മെയിനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഫ്രിഡ്ജിൻ്റെ അകത്തുള്ളത് ജ്യൂസ് ഐറ്റംസ് ആണ് കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് ജ്യൂസ് ഐറ്റംസാണ്. എല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കി ഈ സംഭവമൊക്കെ കഴുകി തുടച്ചെടുത്തപ്പോഴേക്കും നല്ല കളർ വന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസൊക്കെ ഏറെക്കുറെ ഓർഡറാക്കി വെച്ചു. സ്ഥലമുള്ള പോലെ ഓർഡറാക്കി വെച്ചു. ഇപ്പോൾ ഓർഡറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എന്ന് നമ്മൾ എടുത്തു തുടങ്ങുമ്പോൾ അങ്ങനെ കറക്റ്റ് ഓർഡറിലൊന്നും ഇരിക്കില്ല കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുന്ന ആട്ടോ ഈ കാണുന്നത്. ജ്യൂസ് ഐറ്റംസ് എല്ലാം ഒരു സൈഡിൽ സെറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ ഇനി എടുക്കുമ്പോൾ വരേണ്ടത്. ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ മുറിച്ച് എടുത്ത് വെച്ചു. കാരണം നല്ലൊരു സ്മെല്ല് വരും ഫ്രിഡ്ജിൻ്റെ അകത്ത്. അത് കാരണം അപ്പോൾ നമ്മളൊരു ചെറുനാരങ്ങ എടുത്ത് മുറിച്ചെടുത്ത് വെച്ചു. നെക്സ്റ്റ് ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ പോവാം. നോര ബേബിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞ കാരണമാണ് പിസ്സ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, പക്ഷെ ശരിയായിട്ട് വന്നു. ഈസ്റ്റ് ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അത് പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. രാവിലെ വെച്ചിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ എടുത്തത്. അത് ഏറെക്കുറെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്, ചെറു ചൂടുവെള്ളം വേണം കേട്ടോ. ഒത്തിരി തണുത്ത വെള്ളമല്ല, ഒത്തിരി ചൂടും വേണ്ട. ചെറു ചൂടുവെള്ളത്തിൽ, മീഡിയം ചൂടുവെള്ളത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വയ്ക്കും. പിന്നെ മൈദ എടുത്തു, ഒരു 2 പിസ്സ ഉണ്ടാക്കാനുള്ള മൈദ എടുത്തു. അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിച്ചു വന്ന ഈസ്റ്റും കൂടെ ഇട്ട് ആ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് മാവ് കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു 3/4 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. നല്ല സോഫ്റ്റായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോര ബേബിയാണ് പിസ്സ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആദ്യം നിന്നത്. ഇന്ന് നമ്മൾ നോയ പോയ പീത്ത കൊണ്ട് നോയ പൂന്നായ നോര പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാട്ടോ കേട്ടതൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഒറിഗാനോ ഇല്ലായിരുന്നു. അപ്പോൾ ഒറിഗാനോ ഉണ്ടാക്കാൻ വേണ്ടി പനിക്കൂർക്കയും തുളസിയും കൂടെ ഞാനൊരു പാനിലിട്ട് ചൂടാക്കിയെടുത്തു. ലോ ഫ്ലെയിമിലിട്ടാട്ടോ ഞാനത് ചൂടാക്കിയെടുത്തത്. നമ്മുടെ മാവ് ശരിക്കും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് പരത്തിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഫുള്ള് ഹോൾസ് ഇട്ട് കൊടുത്തു. നോര ബേബി ആയിട്ട് ഫോർക്കൊക്കെ വെച്ചിട്ട് ഇത് പരത്തി കൊടുക്കുന്നത്. നമ്മൾ ഓവൻ്റെ അകത്താണ് പിസ്സ ഉണ്ടാക്കുന്നത്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒറിഗാനോ ഉണ്ടാക്കാൻ വേണ്ടി പനിക്കൂർക്കയും തുളസിയും കൂടെ ഇങ്ങനെ ചൂടാക്കിയെടുക്കും. അതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഒറിഗാനോ റെഡി. അപ്പോഴേക്കും പിസ്സ നമ്മൾ വേവിച്ചെടുത്തായിരുന്നു ഓവനിൽ വെച്ചിട്ട്. ചിക്കൻ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ പിസ്സയ്ക്കുള്ള ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് വറുത്തെടുത്തു. പിസ്സയുടെ ബേസ് അപ്പോഴേക്കും വെന്ത് വന്നായിരുന്നു. അതിലേക്ക് നമ്മൾ സോസ് തേച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ചീസ് വെച്ചു. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ വെച്ചു. ഒരു 1/2 തക്കാളിയും ഒരു 1/2 ഓണിയൻ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത് വെച്ചു. വേവിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോര ബേബി രാവിലെ തുടങ്ങി പിസ്സ റെഡിയാവെന്ന് ചോദിച്ച് നടന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടാട്ടോ പിസ്സ റെഡിയായത്. നോര ബേബിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളത് കട്ട് ചെയ്ത് ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത് നോര ബേബി. റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോബോട്ടിനെ കൊണ്ടുവന്നിട്ട് റോബോട്ട് അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ മോപ്പ് വെച്ച് കൊടുക്കുന്ന കേട്ടോ. അത് അതിൻ്റെ അകത്താണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അടിയിൽ മോപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ അടിക്കുകയും ചെയ്യും തുടക്കുകയും ചെയ്യും സെയിം ടൈം. റോബോട്ട് ഉള്ള കാരണം കട്ടിലിൻ്റെ അടിയൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര പാടാണല്ലോ നമുക്ക് കട്ടിലിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. റൂമൊക്കെ നല്ല ക്ലീനായിട്ട് വന്നു. നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അക്വേറിയം ക്ലീൻ ചെയ്യില്ല കേട്ടോ. കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാണ്ട് കിടക്കുകയാണ് അക്വേറിയം. ഒത്തിരി മീനൊന്നുമില്ല, 2 മീനുള്ളൂ. ഒരു ഗപ്പിയും മറ്റു മീനിൻ്റെ പേര് എനിക്കറിയില്ല. കുഞ്ഞ് അക്വേറിയമാണ്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കോരിക്കളഞ്ഞ് നന്നായിട്ട് തേച്ച് അരച്ച് നന്നായിട്ട് എടുത്തു.
നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് തിരുമ്മി അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുക്കും. തേങ്ങാക്കൊത്തും സവാളയും വറ്റൽമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും. അലക്കിയത് വിരിച്ചിട്ട് ഇപ്പോൾ കുറേ തുണി എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി സെറ്റ് ചെയ്ത് എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ യൂണിഫോമാണ്. ഇപ്പോൾ 2 യൂണിഫോം അയൺ ചെയ്യാനുണ്ടായിരുന്നു. അയൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് രാത്രി പുറത്ത് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി പുറത്ത് പോയി. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.